ഹലോ ഗായ്സ്, അപ്പം കെലോണ ട്രിപ്പിലെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡേ 2 തുടങ്ങുന്നത് തന്നെ ക്യാമ്പിനകത്ത് എല്ലാവരും കിടന്നുറങ്ങുവാണ്. ഇങ്ങനെ കിടന്നുറങ്ങുവാണ്, 8 പേരും കിടന്നുറങ്ങുവാണ്. അങ്ങനെ പയ്യെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ അടുത്ത ഒരു സ്പോട്ടിലോട്ട് പോവുകയാണ്. അത് ഞങ്ങൾ ഇവിടുന്ന് ക്യാമ്പ് സൈറ്റിൽ നിന്ന് ലീവ് ചെയ്തിട്ട് അടുത്തൊരു സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിക്കമോസണിലെ ആ സ്ഥലത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഐസ്ക്രീം ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്. അവിടെ ലൈവായിട്ട് നമുക്ക് ഐസ്ക്രീം കിട്ടും. ആ ഒരു ഐസ്ക്രീം ഫാക്ടറിയുടെ ബാക്കിൽ തന്നെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ആ ഐസ്ക്രീം ഫാക്ടറി. നമ്മൾ എല്ലാവരും കയറി അവിടെ ഒരു സൈഡ് മൊത്തവും ഐസ്ക്രീംസ്, ക്രീം ചീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് വേണ്ടുള്ള ഫ്ലേവർ അവർ കസ്റ്റം ചെയ്ത് തരും. പക്ക നാച്ചുറലും പക്ക ക്വാളിറ്റി ഉള്ള ഐസ്ക്രീമും ആയിരുന്നു അത്. അപ്പോൾ ആ ഐസ്ക്രീം ഫാക്ടറിയുടെ ബാക്കിൽ തന്നെ വലിയൊരു തൊഴുത്തുണ്ട്. അവിടെ ഒരുപാട് പശുക്കളുണ്ട്. പിന്നെ ഈ പശുവിൻ്റെ കുഞ്ഞുങ്ങളും ഫാമിലിപരമായിട്ടെല്ലാം കിടപ്പുണ്ട്. അത് ആദ്യമേ ഞാൻ ആടാന്നാണ് വിചാരിച്ചത്, പക്ഷേ എല്ലാം പശുവാണുള്ളത്. ഇത് പശുവിൻ്റെ കുളിക്കുന്ന സ്ഥലമാണ്. മുട്ടനൊരു ഹോളുണ്ട്, അവിടെ മൊത്തം ഇങ്ങനെ ഷവർ കാര്യങ്ങളൊക്കെ പോലെ സെറ്റപ്പൊക്കെ ഉണ്ട്. പശുവിനെ കുളിപ്പിക്കാനും അതിൻ്റെ 1 in 2 ഒക്കെ നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ഞങ്ങളതൊക്കെ കണ്ടിട്ട് പയ്യനെ ഓരോ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയി. പിന്നെ ഇതാണ് ആ ബാക്ക് യാർഡ്. ആ ഒരു ഐസ്ക്രീം ഫാക്ടറിയുടെ ബാക്ക് യാർഡ്. ഇഷ്ടംപോലെ പശുക്കൾ അവിടെ ഉണ്ട്. ഞങ്ങളങ്ങനെ ചുമ്മാ ഒരു ഫുള്ള് ടൂറൊക്കെ അടിച്ച് പിന്നെ ഇവിടെ കുറേ പൂവൊക്കെ കണ്ടപ്പോഴത്തേക്ക് അമ്മമാർക്ക് പൂക്കി സ്റ്റൈലിൽ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടി പൂവൊക്കെ പിച്ചി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോസ് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ക്രിസ്റ്റിയും ജോബും. അമ്മമാർക്ക് പൂക്കി സ്റ്റൈൽ എടുക്കണമെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ കണ്ടത് ഈ ഒരു മസ്റ്റാങ്ങാണ്, 5 ലിറ്റർ. 1950-60 കാലഘട്ടത്തിലുള്ള മസ്റ്റാങ് ആയിരുന്നു. പിന്നീട് ഞങ്ങൾ നേരെ വന്നത് ക്രേസി ക്രീക്ക് എന്ന് പറഞ്ഞൊരു വാട്ടർഫോളിൻ്റെ അടുത്താണ്. ഇതാണ് നമ്മളെ പാപ്പിച്ചേട്ടൻ്റെ പുതിയ വണ്ടി. അങ്ങനെ ഞങ്ങളവിടെ എല്ലാം നിർത്തി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ ഗായ്സ്, ഇതാണ് ക്രേസി ക്രീക്ക് എന്ന് പറഞ്ഞ ഒരു വീല്. അവിടെ ചെറിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ടൊരു വഴിയുണ്ട്. അതാണ് ഈ വഴി. ഈ വഴി അങ്ങോട്ട് നേരെ കയറി ചെല്ലുന്നത് ഒരു വാട്ടർഫാളിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ കയറാൻ നിന്നില്ല. ഞങ്ങൾ റോഡിൻ്റെ സൈഡിലൂടെ നേരെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് വന്നു. നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു. അപ്പം ഇവിടെ നല്ല തെറ്റലുണ്ട്. അപ്പം സൂക്ഷിച്ചൊക്കെ ഇങ്ങനെ റോഡ് വഴി വരുന്നവരൊക്കെ സൂക്ഷിച്ച് വരിക. ഈ റോഡ് സൈഡിൽ കൂടെയാണ് ഞങ്ങൾ ആ വാട്ടർഫോൾസിലോട്ട് നടന്നു പോയത്. ചുമ്മാ 2-3 ട്രക്കുകളൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയാണ് ട്രക്കുകൾ റോഡിൽ കൂടെ പോകുന്നത് കാണാൻ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് പിന്നെയും തിരിച്ച് ഞങ്ങൾ ഇനി അടുത്ത ഒരു സ്ഥലത്തെത്തി. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പം പൂളിലോട്ട് വന്നതാണ്. അപ്പോൾ പൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു കരടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൂളിൻ്റെ അകത്തോട്ട് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുകൊണ്ട് പൂളൊക്കെ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി. ഇതാണ് ആ സ്ഥലം. അവിടെ ഒരു താഴ്വാരമാണ്. താഴ്വാരം ഇറങ്ങുമ്പോഴത്തേക്ക് കാണുന്ന ഒരു സ്ഥലമാണിത്. ഭയങ്കര മനോഹരമായ ഒരു സ്ഥലമാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ലേക്കാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മക്ഡൊണാൾഡ്സ് കയറി ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഗൈസ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു റെസ്റ്റ് സ്പോട്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് പെട്ടെന്ന് കണ്ടതാണ്. അപ്പം ഇതിലേക്കൂടെ ഒരു ചെറിയൊരു വാട്ടർഫോൾസും ഒരു ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് ഒരു ലേക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജിലൂടെ നടന്നു വന്ന് കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയാണിത്. പക്ഷേ ഇത് കഴിഞ്ഞ് കുറച്ചും കൂടെ നടന്നു പോകുമായിരുന്നു. അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്, അത് ക്ലോസ്ഡ് ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു കയറി. അതൊരു നല്ലൊരു റെസ്റ്റ് സ്പോട്ടാണ്. ലോങ് ഡ്രൈവൊക്കെ ചെയ്യുന്നവർക്ക്, ഫാമിലി ആയിട്ടൊക്കെ ഉള്ളവർക്ക് വാഷ്റൂം ഉപയോഗിക്കാനും ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പിന്നെ വേറെ ഒരു വഴി കണ്ടൊരു സ്ഥലമാണ്. ഭയങ്കര വലിയൊരു മലയാണ് ഈ മുമ്പിൽ കാണുന്നത്. അതിൻ്റെ താഴത്തോടെ ഒരു റെയിൽവേ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞ് പോയതാണ്. പക്ഷേ കുറച്ച് വീടുകൾ മാത്രമുള്ളൊരു സ്ഥലമാണ്. പിന്നെ തിരിച്ച് ബാൻഫെത്തി. എൻ്റെ വണ്ടി ഒന്ന് കൊണ്ടുപോയി കഴുകി ഇട്ട്. ഇതാണ് ബാൻഫെത്തിയപ്പോഴത്തേക്ക് ഏറെക്കുറെ ഇരുട്ടിയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് പിസ്സ കഴിക്കാനായിട്ട് പോയി. ഞങ്ങൾ ടിം ഹോർട്ടൻസ് ആണ് നോക്കിയത്. ടിം ഹോർട്ടൻസിൽ പോകാൻ നേരത്ത് അവിടെ പിസ്സ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ഒരു കനേഡിയൻ പിസ്സ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങൾ പിസ്സ എല്ലാം കഴിച്ച് ഞങ്ങളുടെ യാത്ര ഒഫീഷ്യലി അവസാനിച്ചു.